ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങാം. ഇന്നത്തെ കഥയുടെ പേര് ഡ്രീം ഗേൾ. അപ്പോൾ ഈ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു രസകരമായ ഒരു കഥയായിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു കഥയിലൂടെ ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം നല്ല പോലെ മനസ്സിലാക്കി സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ്, ഇത് ഏത് ടെൻസാണ് ഈ ഒരു സെൻറ്റൻസ്, പിന്നെ ഒരു ടെൻസിൽ നിന്ന് വേറൊരു ടെൻസിലോട്ട് നമുക്ക് എങ്ങനെ മാറ്റാം, ഇതൊക്കെ നമുക്ക് ഈ ഒരു കഥയിലൂടെ നല്ല പോലെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ട്രീസ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആയിരുന്നു. അപ്പോൾ ഈ ആയിരുന്നു എന്ന് കേട്ടപ്പോഴേ മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ട്രീസ 13 വയസ്സുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ട്രീസ, ഇത് ആറാണ് കേട്ടോ, ആർ. ട്രീസ അപ്പം ആയിരുന്നു. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഓപ്ഷനിൽ എഴുതാം, നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും നമുക്ക് നോക്കാം. ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, വേർ, പിന്നെന്താ, പിന്നെ ഒരു ഓപ്ഷൻ കൂടി എഴുതാം ആം. ഇത്രയും ഓപ്ഷൻസിലുണ്ട്. ഞാൻ ടോട്ടൽ 4 ഓപ്ഷൻസ് എഴുതി. സാധാരണ ഞാൻ 3 ഓപ്ഷൻസാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ട്രീസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആറാണ്. നമുക്ക് ഒന്നും കൂടെ റബ്ബ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. കാര്യം ഇത് ആറാണെന്ന് ക്ലിയർ ആവുന്നില്ല കേട്ടോ. അപ്പോൾ റബ്ബ് ചെയ്യാം. TREEZA, ട്രീസ. അപ്പം നമുക്ക് നോക്കാം, നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ട്രീസ 13 വയസ്സുള്ള പെൺകുട്ടി ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ഇവിടെ ഈസ്, വാസ്, വെയർ, ആം. അപ്പം നമുക്കറിയാം ആം നമ്മൾ എന്താ സാധാരണ ആം ഇവിടെ യൂസ് ചെയ്യണം, ഐയുടെ കൂടെ അല്ലേ ആം യൂസ് ചെയ്യണം. അപ്പോൾ ആം പറ്റില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ആം പറ്റില്ല. പിന്നെ നമ്മൾ ഏതാ എഴുതേണ്ടത്? ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, വെയർ ഉണ്ട്. അപ്പം ഈസ് എന്നുള്ള നമ്മൾ എവിടെ യൂസ് ചെയ്യേണ്ടത്? ഈസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ ഈസ് എന്ന് പറയുന്നത് എപ്പോഴും പ്രസൻറ്റ് ടെൻസിലല്ലേ നമ്മൾ യൂസ് ചെയ്യണേ. അപ്പം ഇവിടെ നമുക്ക് പ്രസൻറ്റ് ടെൻസ് അല്ല, ആയിരുന്നു. അപ്പം പ്രസൻറ്റ് ടെൻസ് അല്ല നമുക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ഒരു കാര്യമല്ല, ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഈസും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളിനി എന്താ യൂസ് ചെയ്യണത്? ഇപ്പോൾ വാസ് ഉണ്ട്, വെയർ ഉണ്ട്. അപ്പം ഇനി നമുക്ക് കൺഫ്യൂഷൻ വരണം വാസ് ആൻഡ് വെയറിലായിരിക്കും. കാര്യം ഈ വാസ് ആൻഡ് വെയർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്തിട്ട് എഴുതാം വാസ് ആൻഡ് വെയർ. അപ്പം ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വാസ് യൂസ് ചെയ്യണോ, വെയർ യൂസ് ചെയ്യണോ? അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറയാം ഇപ്പം തന്നെ. അപ്പം ഞാൻ പറയാം, ട്രീസ വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ വെയർ യൂസ് ചെയ്യാൻ പറ്റാത്തത്? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വെയർ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ട്രീസയാണ് സബ്ജക്റ്റ്. അപ്പോൾ ട്രീസ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ഒറ്റ ഒരു പെൺകുട്ടി, ഒറ്റ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ സിംഗുലാർ സബ്ജക്റ്റ്. വേറെ യൂസ് ചെയ്യാമായിരുന്നു, ട്രീസയും അവളുടെ കൂട്ടുകാരിയും ഒക്കെ ആണെങ്കിൽ. അപ്പം അല്ലെങ്കിൽ കുറേ പേര് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഈ ട്രീസ ഒറ്റ ഒരാളെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ യൂസ് ചെയ്യണേ? വാസ്. അപ്പോൾ വാസാണ് നമ്മൾ യൂസ് ചെയ്യണേ. ട്രീസ വാസ്. അപ്പോൾ ഒരു പെൺകുട്ടി, ഇപ്പോൾ ഇവിടെ ഈ ഒരു എന്നുള്ളതിന് ഞാൻ എ യൂസ് ചെയ്തു. ട്രീസ വാസ് എ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നല്ലേ. അപ്പോൾ 13 ഇയർ ഓൾഡ് ഗേൾ. നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ട്രീസ വാസ് എ 13 ഇയർ ഓൾഡ് ഗേൾ. ട്രീസ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ആയിരുന്നു. ട്രീസ വാസ് എ 13 ഇയർ ഓൾഡ് ഗേൾ. അപ്പം നമ്മളിവിടെ പഠിച്ചു. നമ്മളിവിടെ എന്താ പഠിച്ചത്? അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി, ആയിരുന്നു എന്ന് കേട്ടപ്പോഴേ. അപ്പം നമ്മൾ ഈ വാസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഈസിൻ്റെ പാസ്റ്റ് ഫോം ആണ് വാസ് കേട്ടോ. അപ്പം അത് ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. എപ്പോഴും ഓർത്തേക്കുക, ഈസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്, അതിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം നമ്മളിവിടെ ഈ ഒരു സെൻറ്റൻസ് ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ, ഷീ. ഒരു ചെറിയ ഗ്രാമം. അപ്പോൾ ഇവിടെ ഒരു എന്നുള്ളത് നമുക്ക് എ യൂസ് ചെയ്തിട്ട് എഴുതാം. എ സ്മോൾ, ചെറിയത് സ്മോൾ. എ സ്മോൾ ഗ്രാമം, വില്ലേജ്. എ സ്മോൾ വില്ലേജ്. അവൾ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുക എന്ന് വെച്ചാൽ എന്താ? ലീവ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഷീ ലീവ് എന്ന് വെച്ചാൽ എന്താ? താമസിക്കുക. അപ്പം നമുക്ക് ലീവ് എന്ന് എഴുതാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ? ഇത് ഒരു പ്രസൻറ്റ് സിറ്റുവേഷനെയാണ് പറയണത്. അവളൊരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്. അപ്പം നമുക്ക് ആ ഒരു സ്ട്രക്ചർ എഴുതിയിട്ട് നമുക്കിത് എഴുതാം. അപ്പം എന്താ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ എഴുതാൻ പോകുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താ? ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്തും എഴുതാം, ആഡ് ചെയ്യാതെയും എഴുതാം. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എഴുതാം, വിത്ത്
ഓർ വിത്തൗട്ട്. കേട്ടോ, ഇത് നമ്മുടെ സ്ട്രക്ചറിൽ ഇങ്ങനെയൊന്നും ഇല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് എഴുതുന്നത്. അപ്പം വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്തും ആഡ് ചെയ്യാതെയും എഴുതാം ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസിൽ. പിന്നെ ഒബ്ജക്റ്റിന് എഴുതാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇവിടെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഷീ നമ്മൾ എഴുതി ഷീ ലീവ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റാണ് ഷീ, സബ്ജക്റ്റ് ഷീ. വെർബ് എന്താ, നമ്മൾ സബ്ജക്റ്റ് എഴുതി, ഇനി വെർബ് എന്ന് പറയുന്നത് ലീവാണ്. അപ്പം ഇവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബ് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ഉള്ളത് എന്താ, വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം, വിത്ത് ഓർ വിത്തൗട്ട് ആഡ് ചെയ്യാതെ എഴുതാം. അപ്പം ഇത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എപ്പോഴും സബ്ജക്റ്റ് നോക്കുക. നമുക്ക് സബ്ജക്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാം നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണോ വേണ്ടിയോ എന്ന്. അപ്പം ഞാൻ ഇവിടെ എഴുതാം, ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം വെർബിൻ്റെ കൂടെ. അപ്പം ഇവിടെ നമുക്ക് കാണാം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, സിംഗുലാർ സബ്ജക്റ്റ് അല്ലേ, ഷീ എന്ന് പറയുന്ന ഒറ്റ ഒരാളാണ്, അപ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പം നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ഷീയുടെ പകരം ഇപ്പോൾ ദേ ആയിരുന്നെങ്കിൽ അവർ, അപ്പം അതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അവർ എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട്, അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് ലീവിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഞാനിപ്പോൾ എസ് എഴുതാൻ പോവാണ്, ലീവ്സ് എന്നല്ലേ. അപ്പം നമുക്കിവിടെ സബ്ജക്റ്റ് വെർബിൻ്റെ കൂടെ എസ് ഞാൻ ആഡ് ചെയ്തു. കാര്യം ഇവിടെ പ്രത്യേകിച്ച് എടുക്കുമ്പോൾ വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. എങ്ങനെ ഞാൻ പറഞ്ഞു, സബ്ജക്റ്റ് നോക്കിയിട്ട്. അപ്പം ഇവിടെ സിംഗുലാർ സബ്ജക്റ്റാണ്, ഞാൻ ലീവിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തു, ഷീ ലീവ്സ് എന്നാക്കി, ഷീ ലീവ്സ്. ഇനി എന്താ എഴുതാൻ പോണേ, അവളൊരു ചെറിയ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും നോക്കുക സബ്ജക്റ്റ് ഏതാ, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, അത് മെയിൻ ഒരു കാര്യം കേട്ടോ. സബ്ജക്റ്റ് എപ്പോഴും നമ്മൾ നോക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് എഴുതാം ഷീ ലീവ്സ് ഇൻ. ഇവിടെ എന്തുകൊണ്ട് എ യൂസ് ചെയ്ത കാര്യം, ഇവിടെ ഒരു എന്നുള്ള നമുക്ക് എ യൂസ് ചെയ്ത് എഴുതാം. എ സ്മോൾ വില്ലേജ്. സ്മോൾ എന്ന് വെച്ചാൽ ചെറിയ, വില്ലേജ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതി, ഷീ ലീവ്സ് ഇൻ എ സ്മോൾ വില്ലേജ്. അവൾ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഇവിടെ നിങ്ങൾ വരിക്കും എസ് ഓർ ഇ എസ്. ഇപ്പോൾ ഇവിടെ എസ് ആണല്ലോ എഴുതി, എന്താ ഈ ഇ എസ് ഉള്ളതിന്, ഈ ഇ എസിൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പം ഇവിടെ ഗോ ആണെന്ന് വെച്ചോ, വെർബ് ഗോ ആയിരുന്നെങ്കിൽ അപ്പം നമുക്ക് ഈ ഗോയെ ഷീ ഗോ എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം നമുക്ക് ഈ ഗോയെ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. കാര്യം ഷീ ഇങ്ങനെ ആണെങ്കിൽ, ഷീ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഗോയുടെ കൂടെ നമുക്ക് ഇ എസ് ആഡ് ചെയ്തൂടെ. അല്ല ഗോയുടെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് വേണ്ട, നമുക്ക് ഗോസ് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. നമുക്ക് ഗോസ് എഴുതണമെങ്കിൽ GOES എന്നല്ലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഓർ ഇ എസ് ഉള്ളത്, അല്ല വേറെ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൺഫ്യൂസ് ആകേണ്ട കാര്യമില്ല. എസ് ഓർ ഇ എസ് എന്താണ്, നമുക്ക് ഒരിക്കലും ഗോസ് എഴുതാൻ പറ്റില്ല, GOES എഴുതാൻ പറ്റും. അപ്പോൾ അതിനാണ് അങ്ങനെ കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. അവൾ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നു. ഷീ ലീവ്സ് ഇൻ എ സ്മോൾ വില്ലേജ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പ്രശസ്തയായ ഒരു സിനിമാ നടിയാകുക എന്നതാണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. പ്രശസ്തയായ നമുക്ക് എങ്ങനെ പറയാം, ഫേമസ്. ഒരു സിനിമാ നടി നമുക്ക് പറയാം എ ഫിലിം ആക്ട്രസ്. ഇനി എന്താ, അവളുടെ ഹെർ ഏറ്റവും വലിയ സ്വപ്നം നമുക്ക് പറയാം ബിഗ്ഗസ്റ്റ് ഡ്രീം. വലിയ സ്വപ്നം, ബിഗ്ഗസ്റ്റ് ഡ്രീം. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാൻ നോക്കാം. പ്രശസ്തയായ ഒരു സിനിമാ നടിയാകുക എന്താണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം. നമുക്ക് എങ്ങനെ എഴുതാം, അവളുടെ എന്നുള്ളതിന് ഹെർ, അവളുടെ ഹെർ. അപ്പം ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളത് നമ്മൾ എന്താ എഴുതാൻ പോണേ, ബിഗ്ഗസ്റ്റ്, ഹെർ ബിഗ്ഗസ്റ്റ് ഡ്രീം. എന്താണ്, ഈസ്. അപ്പം എന്താ, ഒരു നടിയാവുക, പ്രശസ്തിയായ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഈസ് ടു ബിക്കം എ ഫേമസ്, പ്രശസ്തയായ ഫിലിം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ, ഫിലിം ആക്ട്രസ്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ഇങ്ങനെ നമ്മൾ എഴുതിയത്, ഹെർ ബിഗ്ഗസ്റ്റ് ഡ്രീം ഈസ് ടു ബിക്കം എ ഫേമസ് ഫിലിം ആക്ട്രസ്. പ്രശസ്തയായ ഒരു സിനിമാ നടിയാവുക എന്നതാണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ എല്ലാ ആഴ്ചയും സിനിമകൾ കാണുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, എല്ലാ ആഴ്ചയും, എവറി വീക്ക്. സിനിമകൾ, മൂവീസ്, കാണുക, വാച്ച്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം, അവൾ എല്ലാ ആഴ്ചയും സിനിമകൾ കാണുന്നു. ഷീ
കാണുക, കാണുക എന്ന് പറഞ്ഞാൽ എന്താ? വാച്ച്. അപ്പം അതിന് മുമ്പായിട്ട് ഞാനൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസിന് സ്ട്രക്ചർ എഴുതാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്ത് നമുക്കിവിടെ എഴുതാം. അപ്പം ഞാൻ അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എഴുതി സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ എസ് ഓർ ഇ എസ് ആഡ് ചെയ്താണ് എഴുതുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും നോക്കുക സബ്ജക്റ്റ് എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. ഷീ ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം വെർബിൻ്റെ കൂടെ. വെർബ് എന്ന് പറഞ്ഞാൽ വാച്ച് ആണ് കേട്ടോ. അപ്പം ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാൻ പറ്റില്ല. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ദേ എന്ന് പറഞ്ഞാൽ അവർ, അതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അല്ലെങ്കിൽ ഷീ, അവളും അവളുടെ കൂട്ടുകാരിയും, അതും ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാണ്. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു പോയിന്റിലും പറഞ്ഞതാണ്. അപ്പോൾ ഇത് എഴുതിയപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പം എന്താ? ഷീ വാച്ച്. അപ്പം വെർബിൻ്റെ കൂടെ നമ്മൾ വാച്ച് എഴുതി, വാച്ചാണ് വെർബ്. അപ്പോൾ വെർബിൻ്റെ കൂടെ ഇവിടെ പ്രത്യേകിച്ച് പെട്ടുണ്ട് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ എസ് ആണോ ഇ എസ് ആണോ നമ്മൾ ആഡ് ചെയ്യണേ? അപ്പോൾ അതൊരു കൺഫ്യൂസ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ എസ് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ഓർത്തുക, വാച്ച് നമ്മൾ പറയത്തില്ല, ഷീ വാച്ചസ് മൂവി എന്നല്ലേ നമ്മൾ പറയണത്. അപ്പോൾ നമ്മളിവിടെ ഇ എസ് ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ, ഇ എസ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കോ. ഷീ വാച്ചസ് മൂവീസ്, സിനിമകൾ. ഷീ വാച്ചസ് മൂവീസ് എല്ലാ ആഴ്ചയും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എവ്രി വീക്ക്. അപ്പം ഈ വീക്കിൻ്റെ സ്പെല്ലിംഗ് കൺഫ്യൂസ് ആവരുത് കേട്ടോ. വീക്ക് എന്ന് വെച്ചാൽ WEEK, ആഴ്ച. വേറൊരു വീക്കുണ്ട് WEAK. അപ്പോൾ അതും ഇതും കൂടെ കൺഫ്യൂസ് ആവരുത് കേട്ടോ. എപ്പോഴും ഓർക്കുക ആഴ്ചയുടെ സ്പെല്ലിംഗ് WEEK ആണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. എങ്ങനെയാ? അവൾ എല്ലാ ആഴ്ചയും സിനിമകൾ കാണുന്നു. ഷീ വാച്ചസ് മൂവീസ് എവ്രി വീക്ക്. അപ്പം ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കോ. എപ്പോഴും ഓർക്കുക വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണോ വേണ്ടിയോ, അതെല്ലാം നമ്മൾ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞാനിവിടെ ജസ്റ്റ് സബ്ജക്റ്റിന് എഴുതിയേക്കാം. മുകളിൽ സബ്ജക്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ വെർബാണ് ഇവിടുത്തെ. നമുക്ക് ഒന്നിച്ച് പറയാം ഒന്നുകൂടെ. ഷീ വാച്ചസ് മൂവീസ് എവ്രി വീക്ക്. അവൾ എല്ലാ ആഴ്ചയും സിനിമകൾ കാണുന്നു. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ അഭിനയം പരിശീലിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴും മനസ്സിലായില്ല, ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്. അവൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം കാര്യം എന്താ? പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പം അവൾ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ അഭിനയം പരിശീലിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ എല്ലാ ദിവസവും എവ്രി ഡേ, കണ്ണാടി മിറർ. അപ്പം മുന്നിൽ, കണ്ണാടിയുടെ മുന്നിൽ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. അഭിനയം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ പറയുക? ആക്ടിങ്. പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. പ്രാക്ടീസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ അഭിനയം പരിശീലിക്കുകയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എഴുതേണ്ട ആവശ്യമില്ല. ഇതൊരു ഈസിയാണ്. അപ്പം വേണമെങ്കിൽ ഞാൻ എഴുതാം, എന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അപ്പം നമ്മളിവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഷീ ആണ് സബ്ജക്റ്റ്. ഇവിടെ ചെറുതായിട്ട് എഴുതാം, സബ്ജക്റ്റ് ഷീ. അപ്പോൾ ഇനി എന്തായിട്ടുള്ള, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. അപ്പം നമുക്കിവിടെ ഏത് സെലക്ട് ചെയ്യാം? നിങ്ങളൊന്ന് ഗസ് ചെയ്യുക ഏത് നിങ്ങൾ സെലക്ട് ചെയ്യുമെന്ന്. അപ്പം ഞാൻ പറയാം, ഇവിടെ നമുക്ക് ആം യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ആം എന്ന് പറയാൻ നമുക്കറിയാം, നമ്മൾ ഐയുടെ കൂടെ അല്ലേ ആം യൂസ് ചെയ്യണത്. അപ്പോൾ അത് പറ്റില്ല. ആറ് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? പറ്റാത്തത് ഷീ എന്ന് പറയുന്ന ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, ഒറ്റ ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് പറ്റില്ല. ഷീ നമ്മൾ ഒരിക്കലും പറയത്തില്ല, കാര്യം ഷീ സിംഗുലാർ സബ്ജക്റ്റാണ്. ഇപ്പോൾ വരുന്നത് എവിടെയാണ്? പ്ലൂറൽ. ദേ, അവർ, കുറേ പേരൊന്നിൽ കൂടുതലുള്ളത്, അല്ലെങ്കിൽ അവർ, പിന്നെന്താ നമ്മൾ, അതൊക്കെ പ്ലൂറലാണ്. അപ്പം ഇവിടെ പറ്റില്ല. പിന്നെന്താ? ഈസ് പറ്റുള്ളൂ, കാര്യം ഷീ ഒറ്റ ഒരാളെ ഉള്ളതായത് നമ്മൾ ഷീ ഈസ് എഴുതി, ഷീ ഈസ്. അപ്പോൾ ഇനി ഇവിടെ പറയുന്ന സബ്ജക്റ്റ് നമ്മൾ എഴുതി, സബ്ജക്റ്റിന് കൂടെ നമ്മൾ ഈസ് എഴുതി, പിന്നെ പ്ലസ് വെർബ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാക്ടീസ്, പരിശീലനമാണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മളിവിടെ എഴുതാം ഷീ ഈസ്
പ്രാക്ടീസ് നമ്മളിവിടെ എഴുതി. അപ്പം നമുക്കിവിടെ വെർബ് എന്താ? പ്രാക്ടീസ് ആണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ പ്രാക്ടീസിൻ്റെ സ്പെല്ലിംഗ് PRACTICE എന്നാണ്. പക്ഷേ ഇവിടെ വെർബ് പ്ലസ് ING ഫോം എന്നുണ്ട്. അപ്പോൾ വെർബിൻ്റെ കൂടെ നമ്മൾ ING കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് ഈ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. കാര്യം പ്രാക്ടീസിങ് എന്നാകുമ്പോൾ നമുക്ക് ICING എന്നാണ്. ഈയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വെറും പ്രാക്ടീസ് മാത്രം എഴുതുവാണെങ്കിൽ മാത്രമാണ് ഇവിടെ നമ്മൾ ഈ പ്രാക്ടീസ് എഴുതുന്നത്. എഴുതുന്ന ലാസ്റ്റ്. അപ്പോൾ പ്രാക്ടീസിങ് എന്നാണെങ്കിൽ നമുക്ക് ഈ റബ്ബ് ചെയ്തിട്ട് നമുക്ക് ING യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെർബിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു. പ്രാക്ടീസിങ്ങിനായി ഷീ ഈസ് പ്രാക്ടീസിങ്. എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ആക്ടിങ്, അഭിനയം. ഷീ ഈസ് പ്രാക്ടീസിങ് ആക്ടിങ്. കണ്ണാടിയുടെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണാടിയുടെ മുമ്പിൽ. അപ്പോൾ നമുക്ക് എഴുതാം ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. കണ്ണാടി, മിറർ എന്ന് വെച്ചാൽ കണ്ണാടി. അപ്പം എപ്പോഴാണ്? എവറി ഡേ, എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ നമുക്ക് എവറി ഡേ എന്ന് എഴുതാം. നമുക്ക് ഒന്നും കൂടെ പറയാം. ഷീ ഈസ് പ്രാക്ടീസിങ് ആക്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ എവറി ഡേ. ഷീ ഈസ് പ്രാക്ടീസിങ് ആക്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ എവറി ഡേ. അവൾ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ അഭിനയം പരിശീലിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ, ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. അപ്പം സ്ട്രക്ചർ മനസ്സിലായല്ലോ. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ മാതാപിതാക്കൾ അവളുടെ സ്വപ്നത്തെ പിന്തുണച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവളുടെ മാതാപിതാക്കൾ, ഹെർ പാരൻസ്. അവളുടെ സ്വപ്നം, ഹെർ ഡ്രീം. പിന്തുണയ്ക്കുക എന്ന് വെച്ചാൽ എന്താ? സപ്പോർട്ട്. അപ്പം ഇവിടെ പിന്തുണച്ചു എന്നായിട്ട് നമുക്ക് സപ്പോർട്ടിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിൽ എഴുതാം. അപ്പം ഈ സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴും മനസ്സിലായി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പിന്തുണച്ചു ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവളുടെ മാതാപിതാക്കൾ അവളുടെ സ്വപ്നത്തെ പിന്തുണച്ചു. അപ്പം നമുക്ക് എഴുതാം ഹെർ പാരൻസ് അവളുടെ മാതാപിതാക്കൾ. അപ്പോൾ പിന്തുണയ്ക്കുക എന്ന് വെച്ചാൽ നമുക്കിവിടെ സപ്പോർട്ട് എന്നാണ് നമ്മളിവിടെ എഴുതുന്നത്. പിന്തുണയ്ക്കുക, സപ്പോർട്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം പിന്തുണച്ചു, ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചെയ്ത് കഴിഞ്ഞു അവളെ. അപ്പം ഓൾറെഡി സപ്പോർട്ട്, നമ്മൾ ഇതൊരു പ്രസൻറ്റ് ഫോമാണ് സപ്പോർട്ട് എന്ന് വെച്ചാൽ. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കണം. സപ്പോർട്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി, സപ്പോർട്ടഡ് എന്നാക്കി. ഹെർ പാരൻസ് സപ്പോർട്ടഡ്. എന്താണ് സപ്പോർട്ട് ചെയ്തത്? ഹെർ ഡ്രീം, അവളുടെ സ്വപ്നത്തെ. ഹെർ പാരൻസ് സപ്പോർട്ടഡ് ഹെർ ഡ്രീം. അവളുടെ മാതാപിതാക്കൾ അവളുടെ സ്വപ്നത്തെ പിന്തുണച്ചു. അപ്പം നമ്മളിവിടെ ഒരു പ്രസൻറ്റ് ഫോമായ സപ്പോർട്ടിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, സപ്പോർട്ടഡ് എന്നാക്കി എന്നിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ചില ആളുകൾ അവളെ പരിഹസിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ചില ആളുകൾ, സം പീപ്പിൾ. അവളെ, ഹെർ. പരിഹസിക്കുക, നമുക്ക് പല രീതികളിൽ എഴുതാം. അപ്പം അവളെ പരിഹസിച്ചു എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് ലാഫ്ഡ് അറ്റ് ഹെർ എന്നാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പരിഹസിച്ചു നമുക്ക് മോക്ക്ഡ് എന്ന് എഴുതാം. ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റ് ഇവിടെ വേണമെങ്കിൽ എഴുതാം മോക്ക്ഡ്. സ്പെല്ലിംഗ് കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ മോക്ക്ഡിന് പകരം നമുക്ക് എഴുതാം മെയ്ഡ് ഫൺ ഓഫ് ഹെർ, അങ്ങനെയും എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ എന്താ എഴുതാൻ പോണേ? ചില ആളുകൾ അവളെ പരിഹസിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സം പീപ്പിൾ, ചില ആളുകൾ, സം പീപ്പിൾ അവളെ പരിഹസിച്ചു എന്നുള്ളതിൽ ഞാൻ ഇവിടെ എഴുതാൻ പോണത് ലാഫ്ഡ് അറ്റ് ഹെർ. അപ്പം ഞാൻ പറഞ്ഞു ഈ ലാഫ്ഡ് ഇവിടെ പരിഹസിച്ചു എന്നുള്ളതിനാണ് ഞാൻ ലാഫ്ഡ് അറ്റ് ഹെർ എന്ന് പറയുന്നത്, അവളെ പരിഹസിച്ചു. അപ്പോൾ അതിന് പകരം നമുക്കവിടെ മോക്ക്ഡ് എന്ന് എഴുതാം കേട്ടോ. അത് മാത്രമല്ല മെയ്ഡ് ഫൺ ഓഫ് ഹെർ അങ്ങനെയും എഴുതാം. അപ്പം എനിക്ക് ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തോന്നിയത് സം പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹെർ ആണ് കേട്ടോ. അപ്പം നമുക്കൊന്നിച്ചൊന്നും കൂടെ പറയാം. ചില ആളുകൾ അവളെ പരിഹസിച്ചു. സം പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹെർ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പക്ഷേ അവൾ ഒരിക്കലും പിന്മാറിയില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പക്ഷേ, ബട്ട്, ഒരിക്കലും, നെവർ. പിന്മാറുക നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ ഗീവ് അപ്പ് എന്ന് പറയുന്നത് കേട്ടില്ലേ? ഗീവ് അപ്പ്, പിന്മാറുക, ഗീവ് അപ്പ്. അപ്പം ഇവിടെ പിന്മാറിയില്ല എന്നാണ്. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, പിന്മാറിയില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? നമുക്ക് ഗീവ് അപ്പിനെ കൺവേർട്ട് ചെയ്തൊരു പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. പക്ഷേ അവൾ ഒരിക്കലും പിന്മാറിയില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ബട്ട് ഷീ, ഒരിക്കലും, നെവർ, ബട്ട് ഷീ നെവർ. അപ്പം നമ്മൾ ഗീവ് അപ്പിനെ നമ്മൾ ഗീവ് എന്നുള്ളതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തൊരു പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്, ഗേവ്. ബട്ട് ഷീ നെവർ ഗേവ് അപ്പ്. പക്ഷേ അവൾ ഒരിക്കലും പിന്മാറിയില്ല. ബട്ട് ഷീ നെവർ ഗേവ് അപ്പ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ അഭിനയ പരിശീലന ക്ലാസ്സിൽ ചേർന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം.
അപ്പം ഇവിടെ ചേരുക എന്ന് വെച്ചാൽ എന്താ ജോയിൻ. അപ്പോൾ ഇവിടെ ചേർന്നു എന്നാണ് നമുക്ക് ജോയിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അവൾ അഭിനയ പരിശീലന ക്ലാസ്സിൽ ചേർന്നു. അപ്പോൾ നമുക്ക് എഴുതാം ഷീ. അപ്പം ജോയിൻ ചേരുക എന്ന് വെച്ചാൽ ജോയിൻ എന്നാണ്. അപ്പോൾ ചേർന്നു എന്നാകുമ്പോൾ ഞാൻ ജോയിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. ജോയിൻഡ്. ഷീ ജോയിൻഡ് അഭിനയ പരിശീലന ക്ലാസ് എന്നുള്ളത് ഞാനിവിടെ ആക്ടിങ് ക്ലാസ് എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പം ഈ ആക്ടിങ് ക്ലാസ് എഴുതുന്നതിന് മുമ്പ് ഞാനിവിടെ ആൻ യൂസ് ചെയ്യുന്നു. കാര്യം എന്താ, ഷീ ജോയിൻഡ് ആൻ ആക്ടിങ് ക്ലാസ്. അപ്പം കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അപ്പം നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇത് എഴുതിയിട്ട് ഞാൻ പറയാം. ഷീ ജോയിൻഡ് ആൻ ആക്ടിങ് ക്ലാസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആൻ യൂസ് ചെയ്തത്, നമ്മൾ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതാണ്. AEIOU നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ AEIOU എന്ന് ഇപ്പം നമുക്ക് പഠിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ലെറ്റർ A അല്ലെങ്കിൽ E അല്ലെങ്കിൽ IOU വെച്ചാണെങ്കിൽ നമുക്ക് ആൻ യൂസ് ചെയ്ത് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പഠിച്ചിട്ടില്ലാത്തവർക്ക് ഞാൻ എൻ്റെ അടുത്ത ക്ലാസ് അല്ല, വേറൊരു ക്ലാസ് ഞാൻ എടുക്കാൻ പോണതാണ്. അപ്പം ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ആൻ എഴുതി അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ലെറ്റർ AEIOU വെച്ചാണെങ്കിൽ ഇതൊരു എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ട്രിക്കാണ്. AEIOU വെച്ചാണെങ്കിൽ നമുക്ക് ആൻ എഴുതാം. AEIOU വെച്ചല്ലെങ്കിൽ നമുക്ക് A എഴുതാം. അപ്പോൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. ഇപ്പോൾ ഇവിടെ എലിഫൻ്റ് ആണെങ്കിൽ നമുക്ക് ആൻ എഴുതാം. കാര്യം AEIOUയിൽ E ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻ എഴുതാം. ഇപ്പോൾ I എന്ന് വെച്ചാൽ I വെച്ചിട്ട് ഇപ്പോൾ എന്താ, ഒരു ഇന്ത്യ എന്നാണെങ്കിൽ പോലും നമുക്ക് ആൻ എഴുതാം. കാര്യം എന്താ, AEIOUയിൽ I ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം ഷീ ജോയിൻഡ് ആൻ ആക്ടിങ് ക്ലാസ്. അവൾ അഭിനയ പരിശീലന ക്ലാസ്സിൽ ചേർന്നു. ഷീ ജോയിൻഡ് ആൻ ആക്ടിങ് ക്ലാസ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ സാധാരണ നമ്മൾ കേൾക്കുന്നില്ലേ അംബ്രല്ല. അപ്പോൾ ഇവിടെ U ഉണ്ട്, അംബ്രല്ല. അപ്പോൾ അംബ്രല്ലയ്ക്ക് മുമ്പിൽ നമുക്ക് ആൻ യൂസ് ചെയ്യാം. കാര്യം ഈ ഒരു AEIOUയിൽ ഉള്ള ഒരു വേർഡാണത്. അപ്പോൾ നമുക്ക് ആൻ യൂസ് ചെയ്ത് എഴുതാം, അംബ്രല്ല. അപ്പം അത് ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ നിരവധി അഭിനയ കഴിവുകൾ പഠിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, നിരവധി, മെനി. കഴിവുകൾ എന്ന് വെച്ചാൽ സ്കിൽസ്. കഴിവ് എന്നാണെങ്കിൽ സ്കിൽ. പഠിക്കുക, ലേൺ. പഠിച്ചു എന്നാണ് നമുക്ക് ലേണിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ട് എഴുതാം. അവൾ നിരവധി അഭിനയ കഴിവുകൾ പഠിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, ഷീ പഠിക്കുക എന്ന് വെച്ചാൽ ലേൺ. അപ്പം ഇവിടെ പഠിച്ചു എന്നാണ് നമുക്ക് ലേണിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി ലേൺഡ് ആക്കി. ഷീ ലേൺഡ്. നിരവധിക്ക് നമ്മൾ മെനി എന്ന് എഴുതി. ഷീ ലേൺഡ് മെനി. അഭിനയ കഴിവുകൾ എന്നുള്ളതിനാണ് ഞാനിവിടെ ആക്ടിങ് എഴുതുന്നത്. അഭിനയ, ആക്ടിങ്. അപ്പം കഴിവുകൾ, സ്കിൽസ്. കഴിവുകളിന് സ്കിൽസ് എഴുതി. അപ്പോൾ ഷീ ലേൺഡ് മെനി ആക്ടിങ് സ്കിൽസ്. അവൾ നിരവധി അഭിനയ കഴിവുകൾ പഠിച്ചു. ഷീ ലേൺഡ് മെനി ആക്ടിങ് സ്കിൽസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ നിരവധി ഓഡിഷനുകളിൽ പങ്കെടുത്തു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, നിരവധി. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു നിരവധി എന്ന് വെച്ചാൽ മെനി. പിന്നെന്താ, പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അറ്റൻഡ്. അപ്പോൾ ഇവിടെ പങ്കെടുത്തു എന്നാണ്. നമുക്ക് അറ്റൻഡിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അവൾ നിരവധി ഓഡിഷനുകളിൽ പങ്കെടുത്തു. നമുക്ക് എങ്ങനെ എഴുതാം, ഷീ അറ്റൻഡ്. അപ്പോൾ അറ്റൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി അറ്റൻഡഡ്. പങ്കെടുത്തു എന്നാണ്. പങ്കെടുക്കുക, അറ്റൻഡ്. അപ്പോൾ പങ്കെടുത്തു എന്നാകുമ്പോൾ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഷീ അറ്റൻഡഡ് മെനി, നിരവധി ഓഡിഷൻസ്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അവൾ നിരവധി ഓഡിഷനുകളിൽ പങ്കെടുത്തു. ഷീ അറ്റൻഡഡ് മെനി ഓഡിഷൻസ്. നെക്സ്റ്റ് പോയിന്റ്, ഒടുവിൽ ഒരു സംവിധായകൻ അവളെ തിരഞ്ഞെടുത്തു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഒടുവിൽ, ഫൈനലി. എ ഡയറക്ടർ, ഒരു എന്നുള്ളതാണ് ഇവിടെ ഞാൻ A യൂസ് ചെയ്ത് എഴുതി. എ ഡയറക്ടർ. ഇപ്പം തിരഞ്ഞെടുക്കുക, സെലക്ട്. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുത്തു എന്നായിട്ട് ഞാൻ സെലക്ടിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലാണ് എഴുതിയത്. അപ്പം എങ്ങനെ എഴുതിയത്, ഫൈനലി എ ഡയറക്ടർ സെലക്റ്റഡ് ഹർ. ഒടുവിൽ ഒരു സംവിധായകൻ അവളെ തിരഞ്ഞെടുത്തു. ഫൈനലി എ ഡയറക്ടർ സെലക്റ്റഡ് ഹർ. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ പ്രശസ്തയായ ഒരു നടിയായി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, ഷീ ബിക്കേം. അപ്പം ഈ ബിക്കേം എന്നുള്ളത് ബിക്കമിൻ്റെ പാസ്റ്റ് ഫോമാണ്. ഞാൻ ഇവിടെ എഴുതാം ജസ്റ്റ് ബിക്കം എന്ന ഒരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ബിക്കേം ആണ് ഇവിടെ എഴുതിയത്. ഷീ ബിക്കേം എ പ്രശസ്തയായ എന്നുള്ളത് ഞാൻ എന്താ എഴുതാൻ പോണേ, ഫേമസ്. ഷീ ബിക്കേം എ ഫേമസ് ആക്ട്രസ്. നമ്മൾ എങ്ങനെയാണ് എഴുതിയത്, ഷീ ബിക്കേം എ ഫേമസ് ആക്ട്രസ്.
അപ്പം ബിക്കമിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതിയത് ബിക്കെയിം. കാര്യം എന്താ, ഇത് ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസിലാണ് ഈ ഒരു സെൻറ്റൻസ് കിടക്കുന്നത്. ഓൾറെഡി നടിയായി, പ്രശസ്തിയായ നടിയായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രസൻറ്റ് ഫോമിനെ മാറ്റി ഒരു പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതിയത്. ഷീ ബിക്കെയിം എ ഫേമസ് ആക്ട്രസ്. അവൾ പ്രശസ്തിയായ ഒരു നടിയായി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. സ്വയം തന്നിലുള്ള വിശ്വാസമാണ് അവളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ അവളെ സഹായിച്ചത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. സ്വയം തന്നിലുള്ള വിശ്വാസം നമുക്ക് എങ്ങനെ പറയാം? ഹെർ ബിലീഫ് ഇൻ ഹെർ സെൽഫ്. അവളുടെ സ്വപ്നങ്ങൾ നമുക്ക് പറയാം എങ്ങനെ? ഹെർ ഡ്രീംസ്. നേടിയെടുക്കുക, അച്ചീവ്. അപ്പം ഇവിടെ നേടിയെടുത്തു, ഓൾറെഡി നേടിയെടുത്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ആക്ച്വലിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. പിന്നെ സഹായം, ഹെൽപ്പ്. അപ്പം നമുക്കിത് ഫുൾ എങ്ങനെ ഇംഗ്ലീഷ് എഴുതാം? സ്വയം തന്നിലുള്ള വിശ്വാസമാണ് അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവളെ സഹായിച്ചത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹെർ, അപ്പം വിശ്വാസം, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ബിലീഫ്. ഹെർ ബിലീഫ്, അവളുടെ വിശ്വാസം. ഇൻ ഹെർ സെൽഫ്, അവളിൽ തന്നെ, അവളിൽ തന്നെ അവളോടുള്ള വിശ്വാസം. ഹെർ ബിലീഫ് ഇൻ ഹെർ സെൽഫ്. ഹെൽപ്പ്, അപ്പോൾ ഹെൽപ്പ് എന്ന് വെച്ചാൽ ഇതൊരു പ്രസൻറ്റ് ഫോമാണ് ഹെൽപ്പ്. പക്ഷേ ഇവിടെ ഓൾറെഡി സഹായിച്ചത്, അപ്പം ഇതൊരു പാസ്റ്റ് ഫോമായി സഹായിച്ചത്. അപ്പോൾ നമ്മൾ ഹെൽപ്പിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. ഹെൽപ്പ്. ഹെർ ബിലീഫ് ഇൻ ഹെർ സെൽഫ് ഹെൽപ്പ് ഹെർ. എങ്ങനെ, എന്തിനു വേണ്ടിയിട്ട് സഹായിച്ചത്? അച്ചീവ്, നേടുക. അച്ചീവ് എന്ന് വെച്ചാൽ എന്താ? നേടുക. അച്ചീവ് അവളുടെ സ്വപ്നങ്ങൾ. ഹെർ ഡ്രീംസ്. ഡ്രീംസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വപ്നങ്ങൾ. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ഹെർ ബിലീഫ് ഇൻ ഹെർ സെൽഫ് ഹെൽപ്പ് ഹെർ അച്ചീവ് ഹെർ ഡ്രീംസ്. സ്വയം തന്നിലുള്ള വിശ്വാസമാണ് അവളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ അവളെ സഹായിച്ചത്. ഹെർ ബിലീഫ് ഇൻ ഹെർ സെൽഫ് ഹെൽപ്പ് ഹെർ അച്ചീവ് ഹെർ ഡ്രീംസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.